എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. നമ്മൾ പ്ലേ ചെയ്യുമ്പം ഓരോ ഇമേജായിട്ട് നമ്മൾ ഒരു വീഡിയോ രൂപത്തിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ നമുക്കിവിടെ ഇങ്ങനെ ആ വീഡിയോ പ്രീവ്യൂവിൻ്റെ പൊസിഷനിൽ നമുക്ക് അവിടെ അങ്ങനെ ഓരോ ഇമേജ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനിയുള്ളത് ഇതിനകത്തോട്ട് നമുക്ക് ട്രാൻസിഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഇമേജിൽ നിന്ന് വേറൊരു ഇമേജിലോട്ട് മാറുമ്പോൾ അതിന് മിഡിൽ നമുക്ക് വേണമെങ്കിൽ ട്രാൻസിഷൻ കൊടുക്കാമെന്ന് പറഞ്ഞു. ഇനി ട്രാൻസിഷൻ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. ഇവിടെ ട്രാൻസിഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സോ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കുറേ ട്രാൻസിഷൻസ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ട്രാൻസിഷൻ ചൂസ് ചെയ്യാം. അപ്പോൾ ഞാനൊരു ട്രാൻസിഷൻ ചൂസ് ചെയ്തു. എന്നിട്ട് അതിനെ ക്ലിക്ക് ചെയ്ത് പിടിച്ച് ഡ്രാഗ് ചെയ്ത് എനിക്ക് എവിടെയാണോ വേണ്ടത് അവിടെ കൊണ്ടുവന്നിട്ട് വെച്ചു. ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ട്രാൻസിഷൻ്റെയും ഡ്യൂറേഷൻ കുറച്ച് കൊടുക്കാനായിട്ട് പറ്റും. അപ്പം നമുക്ക് എവിടെയാണോ വേണ്ടത്, എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഡ്യൂറേഷൻ കുറച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് പ്ലേ ചെയ്ത് നോക്കുക. കണ്ടോ, അവിടെ ആ ട്രാൻസിഷൻ അപ്ലൈ ആയിട്ടുണ്ട്. കാരണം ഒരു ഇമേജിൽ നിന്ന് അടുത്ത ഇമേജിലോട്ട് പോയപ്പോൾ ഒരു ഫെയ്ഡ് വന്നിട്ടാണ് അടുത്തതിലോട്ട് പോയേക്കുന്നത്. പിന്നുള്ളത് എഫക്റ്റ് ആണ്. എഫക്ട്സ് ഇപ്പോൾ എനിക്ക് ഒരു ഇമേജിന് എഫക്റ്റ് മാറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ സെയിം ഇപ്പോൾ ട്രാൻസിഷൻ ചെയ്ത പോലെ തന്നെ ഏതിനാണോ മാറ്റേണ്ടത് അതിനെന്ത് ചെയ്യാം, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഏതിനാണോ മാറ്റി കൊടുക്കേണ്ടത് അതിൻ്റെ മുകളിലോട്ട് കൊണ്ടുപോയിട്ട് അങ്ങ് ഇട്ടേക്കാം. അതിൻ്റെ മുകളിലോട്ട് കൊണ്ടുപോയിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് അങ്ങ് ലീവ് ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങൾ ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. ഞാൻ ആദ്യത്തെ ഇമേജിനാണ് ഇട്ടേക്കുന്നത്. ആ ഇമേജിൻ്റെ എഫക്റ്റ് മാറിയില്ലേ. ഇനി നിങ്ങൾക്ക് ആ ട്രാൻസിഷൻ വേണ്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ട്രാൻസിഷൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് ജസ്റ്റ് ഒരു റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് റിമൂവ് ട്രാൻസിഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അതിനകത്തുണ്ട്. അത് കൊടുത്ത് ആ ട്രാൻസിഷൻ അവിടെ നിന്ന് പോകും. അതുപോലെ തന്നെ എഫക്റ്റ് വേണ്ടാന്നുണ്ടെങ്കിലും ജസ്റ്റ് ഉണ്ടോ, എഫക്റ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ മുകളിൽ സിമ്പിൾ വന്നിട്ടുണ്ട്. ഒരു എൻ എന്ന് എഴുതിയിട്ടുള്ളൊരു സിമ്പിൾ ഇവിടെ വന്നിട്ടുണ്ട്. ഈ നെഗറ്റീവ് എന്ന് പറയുന്ന ആ ഒരു ഇത് ഒരു എൻ പോലെ ഇതിവിടെ വന്നിട്ടുണ്ട്. അതെന്ത് ചെയ്യുക, ജസ്റ്റ് അതിനകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ആ എഫക്റ്റിനെ അങ്ങ് റിമൂവ് ചെയ്തേക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ട്രാൻസിഷനും എഫക്റ്റും കുറിച്ച് പറയാനുള്ളത്. പിന്നെ